എല്ലാവരും ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതൽ ഫോൺ കോൾസ് വരുന്നത് നമ്മുടെ VSന് എങ്ങനെയുണ്ട് എന്നതറിയാനാണ്. തിരുവനന്തപുരത്ത് ചികിത്സയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട് എന്നതാണ് ഇപ്പോൾ വരുന്ന വിവരം. മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്ന് മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നു. വിദഗ്ധ സംഘത്തിന്റെ നേതൃത്വത്തിൽ ചികിത്സ പുരോഗമിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ VS അച്യുതാനന്ദനെ ആശുപത്രിയിലെത്തി കണ്ടു. റഹീസ് റഷീദ് നമുക്കൊപ്പം. റഹീസ് റഷീദ്, വെൽക്കം ബാക്ക്. VSന് എങ്ങനെയുണ്ട് എന്ന ചോദ്യത്തിന് ആശുപത്രിയിൽ നിന്ന് ഇപ്പോൾ വരുന്ന ഉത്തരം അത് പ്രതീക്ഷ നൽകുന്നതാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ ആരോഗ്യനിലയിൽ മരുന്നുകളോട് പ്രതികരിക്കുന്നതിൽ ഒക്കെ പുരോഗതിയാണോ കാണുന്നത്? സുജയ, ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട് എന്നാണ് SUT ആശുപത്രി അധികൃതർ പുറത്തിറക്കിയ മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നത്. VS അച്യുതാനന്ദൻ ഇപ്പോഴും ICUവിൽ വെന്റിലേറ്റർ സഹായത്തിലാണ് ജീവൻ നിലനിർത്തുന്നത്. ഇന്നലെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്ന സമയം മുതൽ അങ്ങനെയായിരുന്നു. പക്ഷെ ഉച്ചയോടുകൂടി ആരോഗ്യ നിലയിൽ കുറച്ച് പുരോഗതി, അതായത് മരുന്നുകളോട് അദ്ദേഹത്തിന് പ്രതികരിക്കാൻ പറ്റി. ഇന്നലെ ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷവും ചെറിയ തോതിലുള്ള ഒരു ഹൃദയാഘാതം ഉണ്ടായി എന്നാണ് ഡോക്ടർമാരോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. ഇപ്പോഴും അദ്ദേഹം ആശുപത്രിയിൽ തുടരുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ വന്ന് ആശുപത്രിയിൽ വന്ന് ഡോക്ടർമാരെ കണ്ട് സംസാരിച്ചിരുന്നു. ഇന്ന് രാവിലെ ഏതാണ്ട് ഒരു 10:30 മെഡിക്കൽ ബോർഡ് യോഗം ചേർന്നിരുന്നു. ഇനിയുള്ള തുടർ ചികിത്സകൾ എങ്ങനെ വേണം എന്നതായിരുന്നു ആലോചിച്ചത്. മെഡിക്കൽ ബോർഡ് യോഗം തുടങ്ങുന്ന സമയത്ത് ഉച്ചയ്ക്കൊരു 12 മണിയോടുകൂടി വെന്റിലേറ്ററിന്റെ ഒരു സഹായം മാറ്റി എങ്ങനെയുണ്ട് VSന്റെ ആരോഗ്യസ്ഥിതി എന്ന് ഒന്ന് നോക്കാൻ അവർ ആദ്യഘട്ടത്തിൽ തീരുമാനിച്ചിരുന്നു. പക്ഷേ മെഡിക്കൽ ബോർഡ് യോഗം അവസാനിച്ചപ്പോഴേക്കും വെന്റിലേറ്റർ സഹായത്തിൽ നിന്ന് VS അച്യുതാനന്ദനെ മാറ്റേണ്ട എന്ന തീരുമാനത്തിലാണ് ഉള്ളത്. ആശുപത്രിയിൽ അടുത്ത ബന്ധുക്കളും മക്കളുമൊക്കെ ആശുപത്രിയിൽ തുടരുകയാണ്. പ്രധാനപ്പെട്ട CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാം ആശുപത്രിയിൽ വന്ന് ഇടയ്ക്കിടയ്ക്ക് VSനെ സന്ദർശിക്കുന്നുമുണ്ട്. സുജിയ. ഓക്കെ, റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ആശ്വാസകരമായ വാർത്തയാണ് തിരുവനന്തപുരം SUT ആശുപത്രിയിൽ നിന്ന് വരുന്നത്. VS ഇപ്പോൾ മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട നേതാവാണ്. അദ്ദേഹം ആരോഗ്യം വീണ്ടെടുത്ത് തിരികെ വീട്ടിലെത്തുന്നു എന്നുള്ള വാർത്ത അറിയാനാണ് നമ്മളൊക്കെ കാത്തിരിക്കുന്നത്. പ്രായം തളർത്താത്ത പോരാട്ട വീര്യത്തിന് കേരളം പണ്ടേ സല്യൂട്ട് കൊടുത്തതാണ്.